അള്ളാഹു ഒരാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കലല്ലേ? അയ്യട തെറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ഇങ്ങോട്ടോ എന്നെങ്ങാനും അള്ളാഹു തീരുമാനിച്ചാലോ? അത് തീരുമാനമില്ലാതെ അള്ളാഹിൻ്റെ റഹ്മത്തുകൊണ്ട് തന്നെയാണ് ഈ മഗ്ഫിറത്ത് കിട്ടേണ്ടത്. അള്ളാഹിൻ്റെ റഹ്മത്തുകൊണ്ട് തന്നെയാണ് ഇത്ഖും മിനന്നാർ, ലാസ്റ്റത്തെ 10 ഓഫറായ നരകമോചനവും കിട്ടേണ്ടത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിൽ മഗ്ഫിറ. റഹ്മത്താണ് അടിസ്ഥാനം. ആ റഹ്മത്ത് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മുഴുവനും വിജയിക്കണം. ആ റഹ്മത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തത് അർറാഹിമൂന യർഹമുഹുർ റഹ്മാനു യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അതാണ് രണ്ടാമത്തെ. നമ്മളെല്ലാവരോടും കരുണ ഉള്ളവരാവണം. എല്ലാവരോടും കരുണ ഉള്ളവരാവണം നാം. നമ്മളെ മനസ്സിൽ കരുണ നഷ്ടപ്പെട്ടാൽ നമ്മൾ പരാജിതനാണ്. അള്ളാഹു നൽകേണ്ട ഒരു ക്വാളിറ്റിയാണ് റഹ്മത്ത് എന്നുള്ളത്. അഖ്റഉ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മക്കളെ പേരക്കുട്ടികളെ ചുംബിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ, നമ്മളൊന്നും 10 മക്കളുണ്ടായിട്ട് ഒരാളെ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താ അറിയോ? അള്ളാഹു റഹ്മത്ത് ഊരിക്കള്ളതിന് ഞാൻ ഉത്തരവാദിയല്ലോ. അള്ളാഹ് തരേണ്ടതാണ് ഖൽബിൽ റഹ്മത്ത് എന്നുള്ളത്. കാലറ്റുപോയ ഗസയിലെ മക്കളെ കാണുമ്പോൾ, കുടിലിൽ താമസിക്കുന്ന പാവങ്ങളെ കാണുമ്പോൾ, വഴിയോരങ്ങളിലുള്ള പാവങ്ങളെ കാണുമ്പോൾ, ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമുള്ള യാചകരെ കാണുമ്പോൾ നമ്മുടെ ഖൽബിൽ റഹ്മത്തുണ്ടെങ്കിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക. മല്ലം യർഹം ലാ യുർഹം. കരുണയില്ലേ, അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിക്കണ്ട. അല്ലാഹുമ്മ അർഹംനി എന്ന ദുആ നടത്തുമ്പോൾ ആ റഹ്മത്ത് നമുക്കുണ്ടാവണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിൻ്റെ അധിപന്റെ കരുണ ലഭിക്കണമെങ്കിൽ ഭൂലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. ആകാശ ലോകത്ത് താമസിക്കുന്ന മലക്കളുടെ കരുണ കിട്ടണോ എങ്കിൽ ഭൂലോകത്തുള്ളവരോട് നിങ്ങൾക്ക് കരുണ ഉണ്ടാവണം. എല്ലാ വിഭാഗത്തോടും കരുണ നമുക്കുണ്ടാവണം. റഹ്മത്ത് നമ്മുടെ ഖൽബിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അയാൾ ശഖിയായി, അയാൾ പരാജിതനായി. അതാണ് അല്ലാഹു പരലോകത്തെത്തിയാൽ മനുഷ്യരോട് ചോദിക്കും, എത്രേ ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പോൾ ഇയാൾ ചോദിക്കും, അന്ത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, നീ എങ്ങനെ രോഗിയാവുക? അപ്പോഴാണ് അല്ലാഹു പറയണത്, എൻ്റെ അടിമക്ക് രോഗം വന്നപ്പോൾ നീ സന്ദർശിച്ചിട്ടില്ല. ആ അടിമയെ രോഗം കാണാൻ നീ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊരുത്തം അവിടെ നിനക്ക് കിട്ടുമായിരുന്നു. കണ്ടോ, ഒരു രോഗിയായ മുഅ്മിനിൻ്റെ അടുത്ത് പോയാൽ തന്നെ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടുമെങ്കിൽ ഒരു ആലിമിനെ കാണാൻ പോയാൽ അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടും എന്നുള്ളത് ഉറപ്പല്ലേ? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ പോയാൽ ലാ വജദുല്ലാഹ തവ്വാബർ റഹീമ. ഉറപ്പല്ലേ? സാധാരണ ഒരു പനി ബാധിച്ച മനുഷ്യൻ്റെ അടുത്ത് രോഗം കാണാൻ വേണ്ടിയിട്ട് സാന്ത്വനം വളണ്ടിയേഴ്സ് പോയാൽ ലവജത്തനി, നിനക്ക് എന്നെ കിട്ടുമായിരുന്നു, എൻ്റെ പൊരുത്തം കിട്ടുമായിരുന്നു. അപ്പോൾ സ്വാലിഹീങ്ങളെ കാണാൻ പോയാലോ, ഉമ്മാമനെ കാണാൻ പോയാലോ, ഉപ്പനെ കാണാൻ പോയാൽ, ആലിമീങ്ങളെ കാണാൻ പോയാൽ, മഹാന്മാരെ സിയാറത്ത് ചെയ്താൽ, എല്ലാ മഹാന്മാരുടെയും നേതാവായ സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളന്റെ അടുത്ത് പോയാൽ, അതാണ് സൂറത്തുൻ നിസായിൽ അല്ലാഹ് പഠിപ്പിക്കുന്നത്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, നബിയെ തെറ്റുകാരായ മനുഷ്യർ തങ്ങളുടെ അടുത്തേക്ക് വന്നാൽ വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർ ആ റൗളന്റെ അടുത്തുനിന്ന് പൊറുക്കലിനെ തേടി അത് തങ്ങളെ ഏറ്റെടുത്ത് എന്നോട് ശഫാഅത്ത് ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, റഹ്മാനായ റബ്ബിനെ അവർക്ക് അവിടുന്ന് കിട്ടും. ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിച്ച് തിരിച്ചു വരാൻ പറ്റും. കണ്ടോ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ വിശന്നപ്പോൾ നീ എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ. നീ വിശക്കാനോ? അതെ, നിന്റെ നാട്ടിൽ സ്ട്രീറ്റ് നമ്പർ 8 ഒരു പാവുണ്ടായിരുന്നു, ആരോടും ചോദിക്കാത്ത മനുഷ്യൻ, പഴയ ഗൾഫുകാരനാ, എക്സ് പ്രവാസിയാ, പുറത്ത് കാറുണ്ട്, 2 നില വീടുണ്ട്, പുറത്തു വയ്ക്കാൻ ഭയങ്കര നാണക്കേടുള്ളവരാണ്. അവരെ നീ കണ്ടെത്തിയിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ അവരെ തേടിപ്പുറപ്പെട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ലവജത്തനി, എൻ്റെ റഹ്മത്ത് നിനക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു കരുണയുടെ ജീവിതം നമുക്കുണ്ടാവണം. അത് വേണം. എല്ലാവരോടും കരുണ ഉണ്ടാവണം. വിശേഷിച്ച് പാവങ്ങളോട് നമുക്ക് നല്ല കരുണ വേണം. പാവങ്ങളോട് കരുണ ഉണ്ടാവുന്നത്
പാവങ്ങളോട് മഹബത്തുണ്ടാവുന്നത് ഈമാനുള്ളതിൻ്റെ അടയാളമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു വാങ്ങാൻ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? പാവങ്ങളോട് സ്നേഹം നൽകണേ എന്ന് തങ്ങൾ എന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. പാവങ്ങളോട് എനിക്ക് മഹബത്ത് നൽകണേ അല്ലാഹ് ചോദിച്ചു വാങ്ങാണ്. അള്ളാഹിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അത് ചെറിയ കാര്യമാവോ? ഇല്ലല്ലോ. വഹുബ്ബൽ മസാകീൻ, എൻ്റെ ഖൽബിൽ പാവങ്ങളോട് സ്നേഹം നൽകണേ അല്ലാഹ്. അതൊരു ഈമാനുള്ളതിൻ്റെ അടയാളമാണ്. പാവങ്ങളെ ഇഷ്ടം വെക്കുന്നുണ്ടോ ഒരാൾ, അയാൾ അള്ളാഹ് ഏറ്റെടുക്കും. പാവങ്ങളെ ഒരാൾ മഹബത്ത് വെച്ചോ, അയാൾ അള്ളാഹ് ഒരിക്കലും കൈവിടില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. തൻ്റെ സഹോദരൻ്റെ കൂടെ ഒരാൾ നിന്നാൽ അള്ളാഹു അയാളുടെ കൂടെ ഉണ്ടാവും. ഉറപ്പല്ലേ? അള്ളാഹു അയാളുടെ കൂടെ ഉണ്ടാവും. ഷുവറാണ്. പാവങ്ങളുടെ കൂടെ ഉണ്ടാവണം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്ന പേരെന്നെന്താണെന്നറിയാം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ അവരെ വിളിക്കൽ തന്നെ അബുൽ മസാകീൻ, പാവങ്ങളുടെ ഉപ്പ എന്നാണ്. പാവങ്ങളുടെ ഉപ്പ. അത്രയും പാവങ്ങളായ അഹ്ലുസുഫത്തുകാരായ നമുക്ക് ഭക്ഷണം നൽകുന്ന ആളാണ്. വീട്ടിലൊന്നും ഇല്ലാത്തൊരു ദിവസം ഞാനൊരു ദിവസം അവിടെ പോയി, ഒന്നുമില്ല വീട്ടിൽ. അപ്പോൾ തേനൊഴിക്കുന്ന ഒരു പാത്രം, തോൽപാത്രം നേരെ പകുതിയാക്കിയിട്ട് കീറിയിട്ട് തുടച്ച് വടിച്ചിട്ട് ആ തേന് എനിക്ക് തന്നു. അതാണ് ഒരു അബുൽ മസാകീൻ, പാവങ്ങളുടെ ഉപ്പയാണ്. അതൊരു കോളേജിൽ നിന്ന് കിട്ടുന്ന ബിരുദമല്ല, ജീവിതത്തിലൂടെ കിട്ടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹാ. പേര് ഉമ്മുൽ മസാകീൻ, പാവങ്ങളുടെ ഉമ്മയാണ്. അത്രയും പാവങ്ങളെ പരിഗണിക്കുന്നത് കൊണ്ട് ആ കാലക്കാരിട്ട പേരാണ് ഉമ്മുൽ മസാകീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ഭാര്യയല്ലേ? അതെ, തങ്ങളുടെ കാലത്ത് തന്നെ വഫാത്തായ ഉമ്മയാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹാ. ആ മഹദി നെയ്ത്ത് ജോലി ചെയ്യും. എന്തിന്? നബി തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു ഭാര്യ എന്തിനാ ജോലി ചെയ്യണത്? ഒന്നിനുമല്ല, പോക്കറ്റ് മണിക്കല്ല. ഇതിലൂടെ കിട്ടുന്ന ചില്ലറ കൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അത് മാത്രമേ താല്പര്യമുള്ളൂ. അലി റളിയല്ലാഹു അൻഹു, ഉബൈന ഉമർ റളിയല്ലാഹു അൻഹുമാ, അവരൊക്കെ പാവങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. അങ്ങനെ ഇബ്നു ഉമർ തങ്ങൾ കഴിക്കുള്ളൂ, പാവങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളാണ്. സിറാത്ത് പാലത്തിൽ ആദ്യം കടന്നു പോകുന്നത് പാവങ്ങളാണ്. ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് പാവങ്ങളാണ്. പരലോകത്ത് പാവങ്ങളാണ് മുന്നിൽ നിൽക്കുക. ആ പാവങ്ങളെ മഹബത്ത് വെക്കുന്നത് ഈമാൻ്റെ അടയാളമാണ്. കാരണം പാവങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ചവരൊന്നും നമുക്ക് തരൂല. അവർക്ക് വല്ല പോസ്റ്റും ഇല്ല, അവർക്ക് വല്ല സ്ഥാനവും ഇല്ല, അവരടുത്ത് പണമില്ല, അവർ ഒരു രേഖ ശരിയാക്കിയിട്ട് എന്തെങ്കിലും തസ്തിക ശരിയാക്കൂല. അവരെ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ മനസ്സിലായി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അവർ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇഷ്ടമാണ് പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഉള്ളത്. അങ്ങനെ ഒരാൾ പാവങ്ങളെ ഇഷ്ടപ്പെട്ടോ, ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപൻ്റെ കരുണ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്കുണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബേജാറുണ്ടായിരുന്നു. ഖദീജ ബീവി പറഞ്ഞല്ലോ, അല്ലാഹ് കൈവിടൂല നബിയെ, തങ്ങൾ പാവങ്ങളുടെ അത്താണിയല്ലേ, ഇന്നക തഹ്മിലുൽ കല്ല, പാവങ്ങളുടെ വിഷമേറ്റെടുക്കുന്ന ആളല്ലേ തങ്ങൾ അല്ലാഹ് കൈവിടൂല. അത് ഇസ്ലാമിലൊരു അടിസ്ഥാനാണ്. പാവങ്ങളെ പരിഗണിച്ചോ, അല്ലാഹ് അയാളെ കൈവിടൂല, ഉറപ്പ്, അത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, അന വഖാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാ, ഒരു യതീമിനെ സംരക്ഷിച്ചവൻ അയാളും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരം. ഒരാളെ സംരക്ഷിച്ചാലാണ് ഈ പറയണത്. ഒരാളെ അന വഖാഫിലുൽ ഐതാം എന്നല്ല, പ്ലൂരൽ അല്ല, സിംഗുലർ ടേമാണ്. അന വഖാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാ, സ്വർഗത്തിൽ ഇപ്രകാരം എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4000+ യതീം കുട്ടികൾ പഠിച്ച് വലുതായി, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആലിമീങ്ങൾ, സഖാഫിമാർ, മറ്റു ബിരുദധാരികൾ ഉണ്ട്. മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ. മുമ്പൊരിക്കൽ ഒരു അലുമിനി വിളിച്ചിട്ട് സുൽത്താനുൽ മുസ്താദ് പറയുന്നുണ്ട്, എല്ലാവർക്കും വന്നു ചേരാനൊന്നും പറ്റിയില്ല. ആ കാലത്ത് തുർക്കിയ യത്തീംഖാന എന്ന ആ പഴയ പേരുള്ള കാലത്ത് അന്ന് ആ കാലത്തും നിങ്ങൾക്ക് ഞാൻ ഖദറിൻ്റെ തുണി കൊണ്ട് തന്നെയാണ് ഡ്രസ്സ് അടുപ്പിച്ച് തന്നത്. അന്ന് ഞാൻ സൗദിയിൽ റിയാദിൽ ജയിലായ കാലത്തും കല്ലേറും കൂക്കിവിളിയുള്ള കാലത്തും നിങ്ങളെ ഞാൻ പട്ടിണി കിട്ടിട്ടില്ല. ഇല്ല. എവിടെ നിന്നായിട്ട് നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഞാൻ തന്നിട്ടുണ്ട്. അന വഖാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാ.
എന്തേ പാവങ്ങളെ ചേർത്തു പിടിച്ചവർക്ക് എന്തേ ഇത്ര വലിയ ഓഫർ? മറ്റൊരു ഹദീസ്, അസായി അലൽ അർമിലത്തി വൽ മസാകീൻ, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ ഖായിമി ഫിൽ ലൈൽ, രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി, വകസ്സായിമി ഫിൻ നഹാർ, പകൽ മുഴുവൻ നോമ്പെടുത്ത കൂലി. അതെന്താ ഇത്ര വലിയ ഓഫർ? ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ബുഖാരിയുടെ വ്യാഖ്യാനമായ ശർഹ് ഇബ്നു ബത്വാലിൽ കാണാം, ഒരാൾക്ക് രാത്രി കുറേ കാലം നിസ്കരിക്കാനോ എല്ലാ ദിവസവും പകലെ നോമ്പെടുക്കാനോ പറ്റുന്നില്ലെങ്കിൽ മോനെ നീ ഒരു കാര്യം ചെയ്തോ, പാവങ്ങളെ ചേർത്ത് പിടിച്ചോളി. ഒരാൾ 70 വയസ്സുകാലം ജീവിച്ചു, റമദാനിൽ നോമ്പെടുത്തു എന്നല്ലാതെ അയാൾക്ക് സുന്നത്ത് നോമ്പെടുക്കാൻ വകയില്ല. അദ്ദേഹത്തിന് വാശിയുള്ളത് കൊണ്ടോ സുന്നത്ത് നോമ്പിനോട് വെറുപ്പുള്ളത് കൊണ്ടോ അല്ല, രാത്രി അദ്ദേഹം തഹജ്ജുദിന് ഉണരാറും ഇല്ല. പക്ഷേ ഒരുപാട് അനാഥകളെ അഗതികളെ ഏറ്റെടുത്ത പാവങ്ങളെ സ്നേഹിച്ചയാളാണെങ്കിൽ അയാളുടെ ഏട് പുസ്തകത്തിൽ മുഴുവനും രാത്രി മുഴുവൻ നിസ്കരിച്ചതിൻ്റെ പകൽ മുഴുവൻ നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം തീർച്ച എഴുതും എന്ന് പറഞ്ഞാൽ എഴുതും, വെറുതെ ഒരു എക്സാജറേഷൻ വർത്താനല്ല, തീർച്ച. അസായി അലൽ മർമിലത്തി വൽ മസാകീൻ, പാവങ്ങളെ ചേർത്ത് പിടിച്ചവർ, അനാഥകൾ അഗതികൾ വിധവകൾ, ഇവരെ ചേർത്ത് പിടിക്കുന്നവർ ഖായിമി ഫിൽ ലൈൽ, രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി, വകസ്വായിമി ഫിൻ നഹാർ, പകൽ മുഴുവൻ നോമ്പെടുത്ത കൂലി. എന്താണ് ഈ അനാഥകളെ വിധവകളെ പാവങ്ങളെ ചേർത്ത് പിടിച്ചവർക്ക് മനുഷ്യർക്കൊപ്പം നിന്നവർക്ക് ഇത്രമേൽ കൂലി കിട്ടാനുള്ള കാരണം എന്തേ? കാരണം വേറൊന്നുമല്ല, ശരിയാവണ്ണം ആലോചിച്ചാൽ ഉത്തരം കിട്ടാവുന്ന ഉത്തരം തന്നെ അതിനും ഉത്തരമായിട്ടുള്ളൂ. എന്താണ് ഉത്തരം? ലോകത്ത് ആർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തത് മാമിന്താപത്യം. അത് മനുഷ്യനാവട്ടെ മനുഷ്യേതര ജീവിയാവട്ടെ, മതമുള്ളവനാവട്ടെ മതമില്ലാതിരിക്കട്ടെ, ഈശ്വരവാദിയാവട്ടെ നിരീശ്വരവാദിയാവട്ടെ, എനിവൺ ആരായാലും ഇല്ല അലല്ലാഹി റിസ്ഖുഹ, ഫുഡ് ഏറ്റെടുത്തത് അള്ളാഹുവാണ്. അതിന് അള്ളാഹു ഒരു സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ഭാര്യക്ക് ഭർത്താവ് ചെലവ് കൊടുക്കണം, മക്കൾക്ക് ഉപ്പ ഫുഡ് കൊടുക്കണം. ഈ സിസ്റ്റത്തിൽ ഇടയിൽ ഒരു ഡിസ്കണക്ഷൻ വന്നാൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയാൽ പെണ്ണ് വിധവയായി, ഉപ്പ മരിച്ചുപോയാൽ മക്കൾ അനാഥകളായി. ഇനി ആര് തന്നെ ഫുഡ് കൊടുക്കും? അള്ള തന്നെ ഫുഡ് ഡയറക്റ്റ് കൊടുക്കും. ആ കൊടുക്കുന്നതിനിടയിൽ ഒരാൾ ഏറ്റെടുത്തു, അനാഥയെ ഏറ്റെടുത്തു, അനാഥനായ ഒരു മോനെ ഏറ്റെടുത്താൽ ഓ ഞാൻ ചെയ്യേണ്ട പണിയാണല്ലോ ഉപരി ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ പ്രോട്ടോക്കോൾ മുഴുവൻ മാറ്റി ഫിൽ ജന്നത്തി ഹാക്കഥ, റസൂലുള്ളാഹിന്റെ കൂടെ അത് നോക്കണ്ട, പ്രശ്നമല്ല, കൊടുക്ക്. ഫിൽ ജന്നത്തി ഹാക്കഥ, ഫിൽ ജന്നത്തി ഹാക്കഥ. അതാണ് ഇതിന് പ്രതിഫലം ഇത്രമേൽ വലുതാവാനുള്ള കാരണമെന്ന് അത്തർഗീബ് വത്തർഹീബിൻ്റെ വ്യാഖ്യാനം ഫത്ഹുൽ ഖരീബുൽ മുജീബ് ശർഹി അത്തർഗീബ് വത്തർഹീബിൽ അല്ലാമ ഫയ്യൂമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് കാണാം. അതാണ് കാരണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തിൻ്റെ അധിപൻ്റെ കരുണ കിട്ടണോ വേണോ എങ്കിൽ ഭൂലോകരോട് കരുണ കാണിക്കൂ. ധാർഷ്ട്യം പാടില്ല, അഹങ്കാരം പാടില്ല, വാശി പാടില്ല, കിബർ പറ്റില്ല, റിയാ ഉണ്ടാവരുത്, റുജുബുണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് വേറൊരാളോടുള്ള കരുണ നമ്മുടെ കൽബിൽ നിന്ന് ഊരപ്പെടുന്നത്. മോനെ, മതത്തെ നീ ഗുരുവാക്കണം, ഇൻസ്റ്റഗ്രാമിനെ നീ ഗുരുവാക്കരുത്. യൂട്യൂബ് വീഡിയോനെ ഗുരുവാക്കുമ്പോൾ നിനക്ക് പ്രശ്നം പറ്റും. എന്ത് പ്രശ്നം? നിൻ്റെ ഉപ്പാപ്പയുടെ പ്രായമുള്ള ഒരാൾ ഒരു ലോറി ഡ്രൈവറായി അദ്ദേഹം NH പെർമിഷനൊക്കെ ഉള്ള MP ലോറി എടുത്ത് പോവുകയാണ്. അയാൾ നിൻ്റെ ബൈക്ക് ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ നിൻ്റെ മനസ്സിലൊരു വെറുപ്പ്, നിൻ്റെ മനസ്സിലൊരു വാശി. അപ്പോഴാണ് നീ നിൻ്റെ സുഹൃത്തിനെയും കൂട്ടിയിട്ട് ആ ഉപ്പാപ്പയുടെ പ്രായമുള്ള പാവം മനുഷ്യൻ്റെ മുമ്പിലേക്ക് നിൻ്റെ ജഗപുക സൗണ്ടുമായി ആ ലോറിയെ ഓവർടേക്ക് ചെയ്ത് മധ്യത്തിൽ നിർത്തിയിട്ട് ഒരു ധാർഷ്ട്യത്തിൻ്റെ നൃത്തം. നീ ഇവിടുന്ന് ഇത് പഠിച്ചു, മതം അത് പഠിപ്പിക്കണില്ല. നീ പഠിച്ചത് യൂട്യൂബ് വീഡിയോ, ഇൻസ്റ്റ നിന്നെ പഴപ്പിച്ചു. അതല്ല ജീവിതം. ഇർഹമു മൻ ഫിൽ അർള്. ആ പാവം ഉപ്പാപ്പ നിൻ്റെ 2 ഉപ്പൻ്റെ പ്രായമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസറായി മരിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ 4 മക്കൾ ആക്സിഡൻറ്റിൽ മരിച്ചുപോയതാണ്. വൃദ്ധസദനത്തിൽ കുറേ കാലം ജീവിച്ച് മടുത്ത് ഞാൻ ആരുടെയും ഫ്രീ ഉള്ള ഫുഡ് കഴിക്കണ്ട എന്ന് കരുതി പഴയ ജോലി വീണ്ടും ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ ഓടുന്ന പാവത്തിൻ്റെ മുന്നിൽ നിൻ്റെ ധാർഷ്ട്യം കാണിച്ചാൽ ആ ഉപ്പാപ്പയെങ്ങാനും കണ്ണിൽ നിന്ന് വെള്ളം വീഴണ്ട, കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ അന്ന് നിൻ്റെ നരകം കൺഫേമായി പോകും. പേടിക്കണം. പാവങ്ങളെ തൊട്ടാൽ കേസ് പൊള്ളും, കേസ് പൊള്ളും. പാവങ്ങളെ തൊട്ടാൽ മുനാഫിഖായി പോകും. ഫലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ആ ഗണത്തിൽ നമ്മൾ പെടരുത്, പാവങ്ങളെ തൊടരുത്. എന്തെങ്കിലും PGയും ഡിഗ്രിയും സെറ്റും നെറ്റും അല്ലെങ്കിൽ കമ്പനിയുടെ ബോസൊക്കെയായി ആ കമ്പനിയിൽ നിന്ന് നീ പുറത്തിറങ്ങുമ്പോൾ ഗേറ്റ് കീപ്പറായ മനുഷ്യന് ചെവിയടപ്പിക്കുന്ന രീതിയിൽ ഇന്നോവ ക്രിസ്റ്റൻ്റെ ഹോണടിച്ചു.
ആ ഹോണ് കേട്ട ഉടനെ അയാൾ ഉറക്കത്തുനിന്ന് ഞെട്ടി ഓടി വന്ന് ഗേറ്റ് തുറന്നപ്പോൾ നിന്റെ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തിയിട്ട്, അല്ലെങ്കിൽ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് ധാർഷ്ട്യ സ്വഭാവത്തിലുള്ള ഒരു വർത്തമാനം. എവിടെയായിരുന്നു? ശമ്പളം മാസാമാസം കിട്ടുണ്ടല്ലോ എന്ന വർത്തമാനം. ആരോട്? നിന്റെ ഉപ്പാപ്പൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനോട്. എന്തിനാ ഈ പാവം രാപ്പകൽ ഭേദമന്യേ വെയിലും മഴയും കൊണ്ടിട്ട് നിൽക്കുന്നത്? എന്തിനായിരുന്നു? ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ. ഒരു 6000 രൂപ മാസത്തിൽ കൊടുക്കുന്നതിൻ്റെ അഹങ്കാരമാണ് കാണിച്ചത്. നിന്റെ ബിരുദവും ബിരുദാനന്തര ബിരുദമൊന്നും സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ആവില്ല. സ്വർഗം കിട്ടണം ഇർഹമും ഫിൽ അർള്, ഭൂലോകരോട് കരുണ കാണിക്കണം. എങ്കിൽ ഇർഹമുക്കും ഫിസ് സമാവ്, ആകാശത്തിൻ്റെ അധിപൻ്റെ കരുണ ലഭിക്കും. എല്ലാവരോടും കരുണ വേണം നമുക്ക്. വണ്ടിയെടുത്ത് കാറെടുത്ത് പോകുമ്പോൾ പാവം ഒരു സ്ത്രീ, ഒരു ഹൈന്ദവ സഹോദരി, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മതത്തിലെ പാവപ്പെട്ട ഒരു ഉമ്മ, അല്ലെങ്കിൽ പർദ്ദയിട്ട ഒരു മുസ്ലിം സ്ത്രീ റോഡ് ക്രോസ് ചെയ്യുന്നു. പകുതി എത്തുന്നേ ഉള്ളൂ. അപ്പോൾ നീ ബ്രേക്ക് ചവിട്ടിയതിൽ നിന്റെ 80-ന്റെ 100-ന്റെ വേഗതയെ നിനക്ക് നഷ്ടപ്പെട്ടതിൽ ഒരു പ്രയാസം. ആ പെണ്ണുങ്ങളൊന്ന് തുറച്ചു നോക്കാനാണ് നിന്റെ മനസ്സ് തോന്നുന്നതെങ്കിൽ മോനെ, നീ വീണ്ടും നന്നാവാനുണ്ട്. റമദാനിൽ നിനക്കൊരു തസ്കിയത്തും ലഭിച്ചില്ല. ഇല്ല റമദാനിന്റെ ഒരു മധു നിനക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ആ സാരി ഉടുത്ത ഒരു സഹോദരി, ആ പർദ്ദ ഇട്ട ഒരു ഉമ്മ നിന്റെ ഉമ്മയാണെന്ന് ചിന്തിക്കുമ്പോഴല്ലടാ നീ നല്ല മനുഷ്യനാവുന്നത്. എൻ്റെ ഉമ്മയാണ് ഇതുപോലെ നടക്കുന്നതെങ്കിൽ ഞാൻ എന്തായാലും കരുണ കാണിക്കില്ലേ? യെസ്, മറ്റുള്ളവർക്കും നിന്റെ സ്വന്തം പോലുള്ള ജീവിതത്തിൻ്റെ കരുണ പകർന്നു കൊടുക്കുമ്പോഴല്ലേ നീ യഥാർത്ഥ മുഅ്മിനാവുന്നത്? അല്ലേ? അപ്പോഴല്ലേ ലാ യുഅ്മിനു അഹദുക്കും എന്ന ഹദീസിൻ്റെ താല്പര്യത്തിലേക്ക് നമ്മൾ കൂടി കടന്നു വരുന്നത്. കരുണ വേണം നമ്മുടെ ഖൽബിൽ, കരുണ വേണം. സ്റ്റേജിൽ കയറ്റി ഒരു പാവത്തിൻ്റെ ജീവിതത്തിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി കൊടുക്കുന്ന സംഭാവന ആ പാവത്തിനും കൂടി ക്യാമറയിൽ പതിയുമ്പോൾ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എൻ്റെത് നാളെ പത്രത്തിൽ വരുമ്പോൾ രസമുണ്ടാവും. വാങ്ങുന്ന ആളത് കാണുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ വിഷമം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരാനുണ്ട്. ഇത് മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യേതര ജീവികളോടും വേണം കരുണ. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിൻ്റെ അധിപൻ തന്നെയാണ്, അള്ളാഹു തന്നെയാണ് നരകം കൊടുത്തത്. ആർക്ക്? നിസ്കരിക്കുന്ന ഒരു പെണ്ണിന്. എന്തേ പെണ്ണിൻ്റെ പ്രശ്നം? പൂച്ചനെ കെട്ടിയിട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ജീവിക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല. കൊടുക്കുന്നില്ലെങ്കിൽ കെട്ടഴിക്കണം. കെട്ടുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കണം. രണ്ടും ഇല്ലാതെ കെട്ടിയിട്ടാൽ അതൊരു പ്രശ്നം തന്നെയാണ്. പൂച്ചനെ കെട്ടിയിട്ടതിന് തന്നെ നരകമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? മക്കളെ മര്യാദയ്ക്ക് നോക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പെണ്ണിനെ കെട്ടുന്നവർ ആ കെട്ട് ഞാനോ പൂച്ചനെ കെട്ടിയിട്ട പെണ്ണിൻ്റെ കെട്ടാണോ കെട്ടുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാർ, മനിസ്തതഅ മിൻകുമുൽ ബാഅ, ചെലവിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഫല്യതസവ്വജ്, കെട്ടിയാൽ മതി എന്ന് പറയണത്. കരുണ വേണം. ജീവികളോട് കരുണ വേണം. മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചല്ലോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള സംഭാഷണത്തിൽ, ഉലമാ ഉമ്മത്തി കഅംബിയ ഇബ്നി ഇസ്രായീൽ, ബനു ഇസ്രായീലുകാരിലെ അമ്പിയാക്കൾ ഓരോ കാലത്ത് നവോത്ഥാന നായകന്മാരായി വരുന്നത് പോലെ തങ്ങളെ ഉമ്മത്തിൽ ആലിമീങ്ങൾ പണ്ഡിതർ വരുന്നു എന്ന് തങ്ങൾ പറഞ്ഞതല്ലേ? യെസ്, അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ ഉദാഹരണത്തിന് കാണിച്ചു തരാമോ? അന്നേരം റസൂലുള്ള തെളിവിന് കൊണ്ടുവന്നത് കോടിക്കണക്കിന് ആലിമീങ്ങൾക്കിടയിൽ നിന്ന് ആരാണെന്നറിയോ? ഐനൽ ഗസാലി. യെസ്, ഗസാലി ഇമാം വരി. അങ്ങനെ കൊണ്ടുവന്ന ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതരിൽ ഒരാളാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. ആ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ട് ചോദിച്ചു, എന്താണ് അവസ്ഥ? എനിക്കെല്ലാം അല്ലാഹു പുറത്തു തന്നു, എനിക്ക് വലിയ സ്ഥാനങ്ങളല്ല തന്നു. ബിമ എന്തുകൊണ്ട്? എങ്ങനെയാണ് അത് കിട്ടിയത്? ഞാൻ കിതാബ് എഴുതുന്ന കാലത്ത്, പഴയ കാലത്ത് കിതാബ് എഴുതുക എന്ന് പറഞ്ഞാൽ ബോൾ പെന്നോ ജെല്ല് പെന്നൊന്നുമില്ല. മഷിക്കുപ്പിയിൽ കലമിങ്ങനെ കുത്തി അങ്ങനെയായിരുന്നു. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഈച്ച വന്നു. എന്തിനെ? എൻ്റെ ഈ നിബിൻ്റെ അടുത്തുള്ള 1-2 തുള്ളി മഷി കുടിക്കാൻ. ഞാൻ എൻ്റെ കിതാബ് എഴുത്ത് സ്റ്റോപ്പ് ചെയ്തു. എന്തിനെ? ആ ഈച്ചക്ക് മഷി കുടിക്കാൻ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. ആ ഈച്ചയോട് കാണിച്ച കരുണയുണ്ടല്ലോ, കടക്കുക സാലിമാം, സ്വർഗത്തിലേക്ക് പോയിക്കോളി. കണ്ടോ നിങ്ങൾ? SYSന്റെ സാന്ത്വനം വളണ്ടിയേഴ്സ് നാളെ ബക്കറ്റുമായി നമ്മുടെ പള്ളിയുടെ മുറ്റത്തുണ്ടാകും. നമ്മൾ അവിടെ ഓർമ്മിക്കണം, ഈച്ചക്ക് കരുണ കാണിച്ചതിന് അള്ളാഹ്
പരലോകത്തെ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യരോട് കരുണ കാണിക്കുന്നവർക്ക് അല്ല സ്വർഗം കൊടുക്കാതിരിക്കുമോ? നമ്മൾ ആലോചിക്കണം. അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചല്ലോ, എന്താണ് കാര്യം? ശിബിലി ഇമാമിന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. എന്താണ് ശിബിലി ഇമാം പറഞ്ഞത്? എന്നോട് അല്ല ചോദിച്ചു, അല്ല ശിബിലി, ഞാൻ നിനക്ക് സ്വർഗം തരികയാണ്, മഗ്ഫിറത്ത് നൽകുകയാണ്, എന്താണ് കാരണമെന്ന് പറയാവോ? ശിബിലി ഇമാം പറയാൻ തുടങ്ങി, എണ്ണാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷയുള്ള കർമ്മങ്ങളിലേക്ക്, സുഹൃതങ്ങളിലേക്ക് പോയി. ഒന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇൽമിന്റെ വഴിയിൽ യാത്ര ചെയ്തത് അല്ല, രാത്രി നീണ്ടകാലം നിസ്കരിച്ചതിന് അല്ല, പകല് നോമ്പെടുത്തതിന് അല്ല, പ്രതീക്ഷയുള്ള 6 കർമ്മങ്ങൾ പറഞ്ഞു, അതൊന്നുമല്ല. അതൊക്കെ സ്വീകരിക്കും, ശരി, പക്ഷേ ഞാൻ ഈ സ്വർഗം, ഈ ഓഫർ തരുന്നത് അതൊന്നുമല്ല കാരണം. അള്ളാഹിനോട് ചോദിച്ചു, എന്താ പിന്നെ കാരണം? ബഗ്ദാദിന്റെ ടൗണിലൂടെ പോകുമ്പോൾ മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രി, അപ്പോഴാണ് ഒരു പൂച്ചക്കുഞ്ഞിങ്ങനെ വിറക്കുന്നുണ്ട്, തണുപ്പുണ്ട്. ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തിട്ട് തീ കാച്ചുന്ന ഒരു സ്ഥലത്ത്, തീ കത്തിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ആ തീയുടെ ചൂടിൽ ഇതിൻ്റെ തണുപ്പ് അകറ്റി. ഫബിതിൽ കർറഹ്മ, ആ പൂച്ചനോടുള്ള കാരണം ഇഷ്ടായി ശിബിലി, അക്കാരണം കൊണ്ട് ഇതാ നിന്നോട് ഞാൻ കരുണ കാണിക്കുന്നു. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. റമളാനിന്റെ പകലിൽ നമ്മുടെ അടുപ്പുകളിൽ തീ കത്തില്ല, ഗ്യാസ് കത്തിക്കില്ല, ഭക്ഷണം പുതിയത് പാചകം ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മനുഷ്യർക്ക് ഭക്ഷണമില്ലാതിരുന്ന പ്രശ്നമില്ല, കാരണം നമുക്കൊക്കെ നോമ്പുണ്ട്. പക്ഷേ പ്രശ്നമുള്ള ഒരു സ്ഥലമുണ്ട്. പറയുന്നത് ആരാ? ഷാറാൻ ഇമാമിൻ്റെ ഉസ്താദായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് ഉപദേശിക്കുകയാണ്, റമളാനിൻ്റെ പകലിൽ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാറില്ല. റമളാനിൻ്റെ പകലിൽ നമുക്ക് ഭക്ഷണം ആവശ്യമില്ല, അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാറില്ല എന്നതുകൊണ്ട് ഒരാളെ മറക്കരുത്. അലിയുൽ ഖവാസങ്ങൾ പറയാ, വീട്ടിലുള്ള പൂച്ചനെ മറക്കരുത്, അതിന് ഫുഡ് കൊടുക്കണം, നല്ലത് തന്നെ കൊടുക്കണം. കണ്ടോ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. പൂച്ചനെ വളർത്തിയ സ്വഹാബത്ത്, പൂച്ചനെ വളർത്തിയ ഇമാമിങ്ങൾ, പൂച്ചയെക്കുറിച്ച് കിതാബുകൾ എഴുതിയ ഇമാമിങ്ങൾ. മുല്ലാലിയുൽ ഖാരി തങ്ങൾക്ക് അങ്ങനെ ഒരു കിതാബ് തന്നെ ഉണ്ട്, അൽ ബിർറ ഫി ഹുബ്ബിൽ ഹിർറ. ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ഉസ്താദിനുണ്ട്, മർജാര ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ. പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോവുകയല്ല, കരുണയുടെ അയലുകാരാണ്. കരുണ, എല്ലാവരോടും കരുണ, അതാണ് നമുക്കുണ്ടാവേണ്ടത്. എങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാവട്ടെ. റഹ്മത്ത്, അതാണ് വേണ്ടത്. വുളു എടുക്കാൻ വേണ്ടി വെള്ളം ഒരുക്കി വെച്ചു, ഇതല്ലാതെ വെള്ളം വേറെ ഇല്ലതാനും. അപ്പോഴാണ് വിശന്നിരിക്കുന്ന, ദാഹിച്ചിരിക്കുന്ന ഒരാളെ കാണുന്നത്. എന്തു ചെയ്യണം? ദാനം ചെയ്താൽ മതി, വെള്ളം കൊടുക്കൂ. കണ്ടോ നിങ്ങൾ? അദ്ദീനു അന്നസീഹ, എല്ലാവർക്കും നല്ലത് കിട്ടണമെന്ന് ചിന്തിക്കുന്ന മതം. ദീൻ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ റഹ്മത്തിൻ്റെ മതമാണ്, അതുറപ്പല്ലേ? 114 ബിസ്മിയാണ് ഖുർആനിലുള്ളത്. തൗബ സൂറത്തിൽ ഇല്ലാത്തതിന് നംല് സൂറത്തിൽ 2 ഉണ്ട്. എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ കരുണ പറഞ്ഞ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കണ്ടേ? അതിന് നമുക്ക് കരുണ ഉണ്ടാവണം. എല്ലാവരോടും കരുണ, എല്ലാവരോടും. ജമാഅത്തിൻ്റെ മഹത്വം പറയുന്ന കിതാബുകൾ നിങ്ങൾ നോക്കൂ. കണ്ണ് കാണാത്ത സ്വഹാബിയോട് ബാങ്ക് കേൾക്കാറുണ്ടെങ്കിൽ ജമാഅത്തിന് വരണേ എന്ന് പറഞ്ഞ മതം. ജമാഅത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അടുത്തല്ലേ ബാങ്ക് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ, മെയ്ക്കൊന്നും ഇല്ലാത്ത കാലത്ത് ബാങ്ക് കേൾക്കാന്ന് പറഞ്ഞാൽ അത്രയും അടുത്താണെന്ന് അർത്ഥം. എങ്കിൽ പള്ളിയിലേക്ക് വരണേ എന്ന് പറഞ്ഞ മതം. അത്രയും ജമാഅത്തിന് പ്രാധാന്യം. ഈ ജമാഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, മസ്അല പറയുന്ന കിതാബുകൾ നോക്കൂ. ഒരാൾ തൻ്റെ ഉമ്മാമയെ കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി, രോഗം കാണാൻ വേണ്ടി പോയതാ. ആ രോഗം കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ കുറച്ച് സമയം ഇവിടെ ഒന്ന് നിൽക്കാവോ? എന്താ? നിങ്ങൾ നിൽക്കുമ്പോൾ എന്തോ എനിക്കൊരു വേദന കുറവുള്ള പോലെ, പ്ലീസ്, ഒരു സന്തോഷത്തിന്, ഒരു ആശ്വാസത്തിന് നിൽക്കാവോ? എങ്കിൽ നമ്മുടെ ടൈം നോക്കുകയാണ്, 4:30 അസർ ബാങ്ക് കൊടുത്ത് 25 മിനിറ്റ് കഴിയുന്നു. ജമാഅത്ത് ഇപ്പം മുടങ്ങും. എന്ത് ചെയ്യണമെന്ന് കിതാബ് പറയട്ടെ, നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കിതാബ് പറയുന്നു, ലി അന്ന തഅനീസഹു, ആ രോഗിക്ക് നീ അവിടെ നിന്ന് ആശ്വാസമാവലാണ് അഹമ്മു മിനൽ ജമാഅത്തിന് പോകുന്നതിനേക്കാൾ വലുത്. യെസ്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. റമളാനിൻ്റെ പകലിൽ, ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ ഘട്ടങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ സുഖങ്ങൾ, ലൈംഗിക സുഖങ്ങളൊക്കെ മാറി നിൽക്കണം. അങ്ങനെ ചെയ്തു പോയാൽ
കഫാറത്ത് കൊടുക്കണം. കടുത്ത അപരാധമാണ് ചെയ്തത്. എന്താണ് കഫാറത്തിൽ? ഒന്ന് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കൽ. അതും ഈ തെറ്റും തമ്മിൽ എന്താ ബന്ധം? ഈ തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ അത് ദേഷ്യം ഉണ്ടാവും. ഈ ദേഷ്യം മാറാൻ 60 മിസ്കീന്മാർ ഭക്ഷണം കഴിച്ച് അള്ളാഹിൻ്റെ ദേഷ്യം അങ്ങ് പോകും. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിസ്കാരത്തായ്മ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും മനുഷ്യരോട് കരുണ വേണം. സ്വർഗത്തിലെത്തുന്ന അമലേത് എന്ന് ചോദിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ളത് തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്. അള്ളാഹിനോടും അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളോടും നല്ല രീതിയിൽ പെരുമാറണം. നബിയെ, എനിക്കൊരു ഉപദേശം തന്ന് നന്നാക്കാവോ എന്ന് ചോദിക്കുന്നവരോടും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇതില്ലെങ്കിൽ മനുഷ്യൻ തോറ്റുപോകും. ഇതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങൾ മിക്ക സ്ഥലത്തും കണ്ടോ, അള്ളാഹ്ക്ക് കരുണ ചെയ്യണം, അള്ളാഹുവിനോട് നല്ല രീതിയിൽ പെരുമാറണം, അഥവാ തഖ്വ വേണം എന്ന് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും മനുഷ്യരെയും കൂടി ചേർത്ത് പറയും. ഉറപ്പല്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരം മര്യാദയ്ക്ക് സമയത്ത് നിർവഹിക്കാത്ത മനുഷ്യരെ പറഞ്ഞ ഉടനെ പറയാണ് വയംനഊനൽ മാഊൻ. മനുഷ്യൻ എന്തെങ്കിലും താൽക്കാലം ഒന്ന് കടം ചോദിച്ചാൽ, വായ്പ ചോദിച്ചാൽ, ബക്കറ്റ് തരോ, ഒന്ന് കത്തി തരോ, നെയിൽ കട്ടർ തരോ, ഒന്ന് ജസ്റ്റ് ആ കത്തിയാൾ കൊടുവാള് തരോ, തേങ്ങ കൊടുക്കാൻ തരോ എന്ന് ചോദിച്ചാൽ കൊടുക്കാത്ത മനുഷ്യന്മാർ. അതിനവിടെ പറയണത് അള്ളാഹ്ക്ക് ഇനി ഈ ആയത്ത് കേട്ടിട്ട് മര്യാദയ്ക്ക് നിസ്കരിച്ചാൽ മാത്രം പോരാ, വയംനഊനൽ മാഊൻ ആവാതിരിക്കണമെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അതാ അതിൻ്റെ അർത്ഥം. അള്ളാഹിനോട് കുറേയാൾക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരട്ടോ. അതുകൊണ്ട് ഖുർആനിൽ സൂറത്ത് ഖുറൈശ് അലം തർ കൈഫ കഴിഞ്ഞ ഉടനെയുള്ള സൂറത്ത് അതിലുണ്ട് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, പിന്നെ വഅത്അമഹും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു ആശയമുണ്ടല്ലോ, ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ്. ഭക്ഷണം കൊടുക്കണം, അത് മാത്രം മതിയോ? വആമനഹും മിൻ ഖൗഫ്. പേടിയില്ലാത്ത ജീവിതം നമ്മളെ കൊണ്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവും വേണം. നീ MDMA ഉപയോഗിക്കുന്ന മോനായാൽ, നീ നന്നായിട്ട് ഭാര്യക്കും മക്കൾക്കും ഫുഡ് കൊടുത്താൽ, തിരുവനന്തപുരത്തുള്ള ഉമ്മാനെ കൊന്നതും മക്കളെ കൊന്നതും സഹോദരെ കൊന്ന വാർത്ത വായിക്കുമ്പോൾ ഈ ഭാര്യക്കും മക്കൾക്കും പേടിയാവും, എൻ്റെ ഭർത്താവ് ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നുണ്ടല്ലോ. യെസ്, അപ്പം പിന്നെ ചിലവ് കൊടുത്താൽ മാത്രം പോരാ, വഅമനഹും മിൻ ഖൗഫ്, നിർഭയത്വവും കൊടുക്കണം. AK-47 ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ബിരിയാണി കൊടുത്തിട്ട് എന്താ കാര്യം? പേടിയുള്ളതുകൊണ്ടല്ലേ വ്യവസായി പ്രമുഖരടക്കം ആത്മഹത്യ ചെയ്യണത്? അവർക്ക് ഫുഡില്ലാത്തതുകൊണ്ട്, അവർക്ക് നല്ല ഡിലീഷ്യസ് സ്നാക്സ് ഇല്ലാത്തതുകൊണ്ട് അല്ല. നിന്നിൽ നിന്ന് ഒരാൾക്കും പേടിയുണ്ടാൻ പാടില്ല. വഅമനഹും മിൻ ഖൗഫ്. ചില ഉപ്പമാർ ഇപ്പം പറയും, ഞാൻ വീട്ടിൽ കയറിയ പിള്ളേരെല്ലാം വിറക്കും, പോര മോനെ, മാറ്റം വേണം, മാറ്റം വേണം, മാറ്റം വേണം. അത്അമഹും മിൻ ജൂഅ്, വിശപ്പിന്റെ ഫുഡിനെ കുറിച്ച് പറഞ്ഞ ഉടനെ വഅമനഹും മിൻ ഖൗഫ്. അപ്പോൾ നമ്മളിൽ നിന്ന് ആർക്കൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല. ഒരു നല്ല മൂമിനാണെങ്കിൽ ബൈക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓരോ സാധനങ്ങൾ അഴിച്ചു വെച്ചിട്ട് വഴിയോരങ്ങളിലുള്ള ഓരോ മനുഷ്യന്മാരുടെയും ചെവിയടപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് നിൻ്റെ ബുള്ളറ്റ് കൊണ്ട് ഉണ്ടാവുന്നതെങ്കിൽ നീ നല്ല മനുഷ്യൻ, ഇസ്ലാമിലായിട്ടില്ല. കാരണം അഅ്തുത്വരീക ഹഖഹു, വഴിയോട് കടപ്പാടുണ്ട്, അത് നീ നിർവഹിച്ചില്ല. തറാവീഹി നിസ്കരിച്ചത് എത്ര, അല്ലെങ്കിൽ നോമ്പെടുത്തതിൻ്റെ കണക്കെത്രയെന്നല്ല, മനുഷ്യരോട് കടപ്പാടുണ്ട്. നിന്റെ വാഹനത്തിൽ ബൈക്കിലോ ഗുഡ്സിലോ ഇരുമ്പിൻ്റെ കമ്പി ഇങ്ങനെ ബേക്കിൽ കയറ്റിയ ആളെയും കൊണ്ട് വഹിച്ചു കൊണ്ടുപോകുമ്പോൾ ബേക്കിലൂടെ പോകുന്ന മുഴുവൻ ബൈക്കുകാർക്കും പേടിയാ, കണ്ണിക്കുത്തോ കണ്ണിക്കുത്തോ. കയ്യിൽ കൗണ്ടർ ഉണ്ടായാൽ പോരാ, മനുഷ്യരെ പരിഗണിക്കുന്ന ജീവിതം വേണം. അഅ്തുത്വരീക ഹഖഹു. വഴിയോരത്ത് പമ്പേഴ്സ് ചാടരുതെന്ന് മാത്രമല്ല മതത്തിൻ്റെ നിയമം. പിന്നെ ഈ വയലിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് അർജൻറ്റ് കോൾ, മോന് കോണിപ്പടിയിൽ നിന്ന് വീണിട്ടുണ്ട്, വൈഫ മറുതലയിൽ, മിണ്ടുന്നില്ല, നിങ്ങളൊന്ന് പെട്ടെന്ന് വരുമോന്ന്. പോകുമ്പോൾ അയാൾ ബൈക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ 4 കാറുകാരും ഒരു ബൈക്കുകാരനും അലക്ഷ്യമായി പാർക്ക് ചെയ്തുകൊണ്ട് ഇയാൾക്ക് പോകാൻ കഴിയുന്നില്ല. എങ്കിൽ ആ 5 മനുഷ്യരും നല്ല മനുഷ്യരല്ല. വന്നത് വയലിനാണോ ആത്മീയ മജ്ലിസിനാണോ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. മനുഷ്യനെ പരിഗണിക്കുന്ന ജീവിതം, എങ്കിലേ അല്ലാഹുമ്മ റഹംനി എന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ 16ാമത്തെ നിലയിൽ താമസിക്കുന്ന അബൂദാബിയിലെ അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഫ്ലാറ്റുകാരൻ അവിടെ കുട്ടികൾക്ക് കൊടുത്ത ടോയ്സ് കൊണ്ട് ഓടിക്കളിച്ചതിൻ്റെ ഒച്ചപ്പാടും ശബ്ദകോലാഹലങ്ങളും 15ാം നിലയിലെ ഉപ്പാപ്പക്കും ഉമ്മാമ്മക്കും ഉറക്ക് ശല്യമാവുന്നുണ്ടെങ്കിൽ നിനക്കും ഈ നിയമം ബാധകമാണ് മോനെ. അപ്പോഴാണ് ഷവായിയുടെ സ്മെല്ല് അപ്പുറത്തെ വീട്ടിലേക്ക് പോണത്. അപ്പുറത്തെ വീട്ടുകാരനാണെങ്കിൽ പാവം ഒരു ചുമട്ട് തൊഴിലാളിയുടെ ഭാര്യ 2ാം മാസം ഗർഭിണിയാ. ഈ സ്മെല്ല് പൂതിയായി, ഗർഭിണികൾക്ക് പൂതി കൂടും, പൂതിയായി. പാവത്തിനെ ഭർത്താവിൻ്റെ കിടത്തം കണ്ടിട്ട് ടെറസിൻ്റെ മേലെ നിന്ന് വീണ് പരിക്കേറ്റ ഭർത്താവിനെ കണ്ടിട്ട് വാങ്ങിത്തരുമെന്ന് ചോദിക്കാൻ ഭാര്യയ്ക്ക് മടിയും. എങ്കിൽ അയൽവാസിയെ പരിഗണിക്കാത്ത നിനക്കും ഈ പ്രശ്നമുണ്ട്.
പ്രശ്നമുണ്ട്. ഇർഹമു മൻ ഫിൽ അർദ്. ഫ്രൂട്ട്സിൻ്റെ കെട്ടുകൾ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ നിൻ്റെ അയൽവാസിയെ കൂടി ഒന്ന് പരിഗണിക്കണം. എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിൻ്റെ അധിപൻ്റെ കരുണ റമദാനായ തീരൂല, എല്ലാ കാലത്തും കിട്ടും.